ഒമാനിലെ ബർക്കയിൽ വാഹനാപകടം. കാറിൽ സ്കൂളിലേക്ക് പുറപ്പെട്ട കുടുംബത്തിലെ 11 വയസ്സുകാരി മരിച്ചു. പിതാവിനും 3 സഹോദരങ്ങൾക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. മുലത ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐഷ കരീമാണ് മരിച്ചത്. വാഹനം ഓടിച്ചിരുന്ന പിതാവ് യഹിയ, മക്കളായ ഖദീജ, അസം കാസി, ജാഫർ സിദ്ദിഖ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ ഖത്തർ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്ത ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. സെപ്റ്റംബർ 30-ന് UAE-യിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 30 പേരാണ് ഖത്തർ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും തമിഴ്നാട് സ്വദേശികളാണ്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ മത്സ്യത്തൊഴിലാളികളെ സന്ദർശിച്ചതായും കേസ് പരിഹരിക്കാൻ വേണ്ട ശ്രമം നടന്നുവരുന്നതായും എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ദുബൈയിൽ വൻകിട പദ്ധതികളുടെ രൂപരേഖയുമായി സിറ്റിസ്കേപ്പ് പ്രദർശനം ആരംഭിച്ചു. എക്സ്പോ 2020 ആതിഥ്യം വഹിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുബൈയുടെ ഭാവി മുന്നേറ്റം സൂചിപ്പിക്കുന്ന പദ്ധതികളിലേക്ക് നിക്ഷേപകർ ഒഴുകുകയാണ്. ദുബൈയുടെ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുമാറ് നിരവധി വൻകിട പദ്ധതികൾ വരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്നാരംഭിച്ച സിറ്റിസ്കേപ്പ് മേളയിൽ ഇത്തരം നിരവധി പദ്ധതികളാണ് റിയൽ എസ്റ്റേറ്റ് സംരംഭകർ പ്രദർശിപ്പിച്ചത്. ദുബൈ ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷെയ്ഖ് സായിദ് റോഡിൽ മൈതാൻ നടപ്പാക്കുന്ന വൻകിട ടവർ പദ്ധതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ബുർജ് ഡിസ്ട്രിക്റ്റിൽ ദമാക് പ്രോപ്പർട്ടീസ് വക സർവീസ് അപ്പാർട്ട്മെന്റ് പദ്ധതിക്കും താൽപര്യക്കാർ ഏറെയാണ്. അൽ ഹബ്തൂർ വികസന പദ്ധതിക്കും മികച്ച പ്രതികരണമാണ് നിക്ഷേപകരിൽ നിന്നും ലഭിക്കുന്നത്. ദുബൈയുടെ വികസനത്തിന് ആക്കം കൂട്ടാൻ പുതിയ പദ്ധതികൾ ഏറെ ഉപകരിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പുതിയ കുതിപ്പിന്റെ മികച്ച തെളിവായി മാറുകയാണ് സിറ്റിസ്കേപ്പ് മേള. മീഡിയ 1 ദുബൈ. ഖത്തർ നിവാസികളിൽ 5-ൽ-1 മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പഠനം. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ശാരീരികാരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം. ഇതിനായുള്ള ബോധവൽക്കരണം നടക്കേണ്ടതുണ്ടെന്നും ഉന്നതാരോഗ്യ സമിതിയിലെ പൊതു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് ഹമദ് അൽത്താനി വ്യക്തമാക്കി. കുവൈത്തിൽ ഇത്തവണ ബലിപ്പെരുന്നാളിന് തുടർച്ചയായ 9 അവധി ദിനങ്ങൾ. ഒക്ടോബർ 11 വെള്ളിയാഴ്ച മുതൽ 19 ശനിയാഴ്ച വരെയാണ് സിവിൽ സർവീസ് കമ്മീഷൻ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് എല്ലാ സർക്കാർ കാര്യാലയങ്ങൾക്കും അയച്ചതായി കമ്മീഷൻ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുകയില്ല. കുവൈത്തിലെ പ്രവാസി സമൂഹത്തിൽ സമാധാനപ്രേമികൾ ഇന്ത്യക്കാരെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ സമൂഹം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനും പീഡനങ്ങൾക്കും ഇരയാകുന്നതും ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ പ്രമുഖ പ്രാദേശിക ദിനപത്രമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കുവൈറ്റിൽ 6,95,588 ഇന്ത്യക്കാരുണ്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇവരിൽ 60 ദിനാർ മുതൽ 2000 ദിനാർ വരെ ശമ്പളം വാങ്ങുന്നവരുണ്ട്. രാജ്യത്തെ പല പ്രമുഖ കമ്പനികളുടെയും തലപ്പത്ത് ഇന്ത്യൻ സാന്നിധ്യം പ്രകടമാണ്. എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയും കുവൈറ്റും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം ഇരു രാജ്യത്തെയും പൗരന്മാർക്കിടയിൽ മാനസികമായ ഇഴയടുപ്പം തീർത്തിട്ടുണ്ട്. രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ജനസംഖ്യാനുപാതികമായി ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പ്രമുഖ പ്രാദേശിക ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഇങ്ങനെ നീളുന്നു. രാജ്യത്തെ ഏറ്റവും സമാധാനപ്രിയരായ വിദേശികളാണ് മഹാത്മാഗാന്ധിയുടെ നാട്ടുകാരെന്ന് റിപ്പോർട്ടിൽ കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തെ വിശേഷിപ്പിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക സ്ഥിതിവിവരക്കണക്കിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു പ്രവാസി സമൂഹത്തിലും ഇല്ലാത്തത്രയും സംഘബോധവും കൂട്ടായ്മയും ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകതയാണെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രവാസികൾ മത ഭാഷാ വേർതിരിവില്ലാതെ ഇന്ത്യൻ എന്ന ഒറ്റ വികാരത്തിലാണ് ജീവിക്കുന്നതെന്നും റിപ്പോർട്ട് എടുത്തു പറയുന്നു. ഇന്ത്യൻ എംബസിയുടെ ആശീർവാദത്തോടെ നടക്കുന്ന സാംസ്കാരിക പരിപാടികളും ഔക്കാഫിന്റെ സഹകരണത്തിൽ രാജ്യത്തെ വിവിധ പള്ളികളിൽ മലയാളമടക്കമുള്ള ഭാഷകളിൽ നടക്കുന്ന ജുമുഅ ഖുത്ബകളും ഇന്ത്യക്കാരെ മാതൃകാ സമൂഹമാക്കുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനും പീഡനങ്ങൾക്കും ഇരയാകുന്നതും ഹിന്ദികളാണെന്ന് ഉദാഹരണ സഹിതം വിവരിക്കുന്നുമുണ്ട്. അൽ ഖബസ് ദിനപത്രത്തിന്റെ 1-ാം താളിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് മലയാളികൾക്കും അഭിമാനത്തിന് വക നൽകുന്നതാണ്. കുവൈത്തിലെ ഇന്ത്യൻ സാന്നിധ്യത്തിന്റെ 60% കേരളത്തിൽ നിന്നുള്ള അഭ്യസ്തവിദ്യരാണെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ ഗാർഹിക തൊഴിലാളി അഭയകേന്ദ്രത്തിൽ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന് കീഴിലുള്ള സംഘം സന്ദർശനം നടത്തി. അഭയകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും സൗകര്യങ്ങളും നോക്കിക്കണ്ട സംഘം ഷെൽട്ടറുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ചു. വിദേശ തൊഴിലാളികളോട് മോശം സമീപനം സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ കുവൈത്തിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഈ രംഗത്ത് സർക്കാർ നടപ്പിലാക്കി വരുന്ന പരിഷ്കാര നടപടികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. ഹാരി രാജകുമാരൻ ദുബായിൽ ഹ്രസ്വ സന്ദർശനം നടത്തി. HIV ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെ ലൈസുത്തിയിൽ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ഹാരി ദുബായിലെത്തിയത്.
ഹാരി രാജകുമാരനും സീസോ രാജകുമാരനും ചേർന്നാണ് ചിൽഡ്രൻസ് കെയർ സെന്ററിന് തുടക്കം കുറിച്ചത്. വിവിധ പരിപാടികളിലൂടെ 20 ലക്ഷം രൂപ കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. Since February this year, we Centre Bali have been on a fundraising campaign across the globe, and it's basically so that we can build the first purpose-built Mamahato Children's Centre of Excellence within Lesotho, just outside Maseru, the capital. ചിൽഡ്രൻസ് കെയറിന്റെ പങ്കാളികളായ അൽ ജലീല ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ചാരിറ്റി ഡിന്നറിൽ ഹാരി പങ്കെടുത്തു. ബ്രിട്ടീഷ് ഗായകൻ ജോസ് ടോണിന്റെ നേതൃത്വത്തിലായിരുന്നു ഡിന്നർ പരിപാടികൾ. ദക്ഷിണാഫ്രിക്കയിലെ ദരിദ്ര സംസ്ഥാനമായ ലെസോത്തോയിലെ ജനസംഖ്യയിൽ 23.6% HIV ബാധിതരാണെന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് മീഡിയ. സേവനം അബുദാബി യൂണിയൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. SNDP വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക പരിപാടികൾ നിറഞ്ഞ ആഘോഷങ്ങളിൽ നിരവധി മലയാളികൾ പങ്കെടുത്തു. സേവനം കുടുംബാംഗങ്ങൾ ഒരുക്കിയ കലാപരിപാടികൾ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ ഉടമസ്ഥതയിൽ UAE-യിലെ അജ്മാനിൽ ഹാബിറ്റാറ്റ് എന്ന പുതിയ പേരിൽ സ്കൂൾ ആരംഭിക്കുന്നു. CBSE സിലബസ് പിന്തുടരുന്ന ഹാബിറ്റാറ്റ് സ്കൂൾ 2014 ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതിയോട് ചേർന്ന് പഠനം സാധ്യമാക്കുന്നതാണ് സ്കൂളിന്റെ പ്രത്യേകതയെന്ന് ഉടമകൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ UAE സാമ്പത്തിക വിഭാഗം അണ്ടർ സെക്രട്ടറിയുടെ ഉപദേഷ്ടാവും ഹാബിറ്റാറ്റ് ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ സഗർ അൽ നുനൈമി, ഹാബിറ്റാറ്റ് MD CT ഷംസു സമാൻ, CT ആദിൽ, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഗത്ഭ മാപ്പിളപ്പാട്ട് ഗായകനും ഗാനരചയിതാവുമായ കൊല്ലം ഷാഫിക്ക് കൊണ്ടോട്ടി സെന്റർ ജിദ്ദ കമ്മിറ്റി സ്വീകരണം നൽകി. ഷറഫിയ അൽ റയാൻ പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഒഡെപെക് ചെയർമാൻ KP മുഹമ്മദ് കുട്ടി ഗായകന് ഉപഹാരം കൈമാറി. കബീർ കൊണ്ടോട്ടി, ഷുഹൈബ് അൽ റയാൽ, ജിദ്ദ മീഡിയ ഫോറം പ്രസിഡന്റ് സുൽഫിക്കർ ഒതായി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്രേസി കിക്ക് ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ ഏഷ്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഇംപെക്സ് APL ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ ടൂർണമെന്റ് ഈ മാസം 10, 11, 17, 18 തീയതികളിൽ ഖാലിദ് ഇബ്നു വലീദ് സ്ട്രീറ്റ് ക്രിക്കറ്റ് ജിദ്ദ ഗ്രൗണ്ടിൽ നടക്കും. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 16 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. ഇംപെക്സും മാസ് കമ്പ്യൂട്ടേഴ്സുമാണ് ടൂർണമെന്റിന്റെ സംഘാടകർ. മാധ്യമങ്ങളുടെ എണ്ണപ്പെരുപ്പം ഗുണമേന്മയെ കാര്യമായി ബാധിച്ചുവെന്ന് പ്രമുഖ പത്രപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം. ദുബൈയിൽ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ വികസന കാര്യത്തിൽ എല്ലാ പാർട്ടികളും നിഷേധാത്മക സമീപനമാണ് തുടരുന്നത്. ഈ അവസ്ഥ സംസ്ഥാനത്തിന് വലിയ തോതിൽ ദോഷം ചെയ്യുന്നതായി ഗൾഫ് നാടുകളിലെ പുരോഗതി ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശദീകരിച്ചു.